നമ്മുടെ കവിതയാണ്. ഞാൻ ഇന്നലെയാണ് ഇത് എഴുതിയത്. കാരണം നമ്മുടെ ഇപ്പൊ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് MDMA, അപ്പോൾ അത് സംബന്ധമായിട്ട് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് പിന്നെ അത് കാണേണ്ടി വന്നു. കാണുമ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് കുറച്ച് വരികൾ എഴുതാന്ന്. കുറേ പിന്നെ കവികളും കാര്യങ്ങളും എല്ലാവരും സിനിമ നടന്മാർ പറയും, മോഹൻലാല് അവരെല്ലാവരും തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് നല്ല കുട്ടികളെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് മയക്കുമരുന്നിൻ്റെ അടിമകളായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിലെ പല കുട്ടികളും ഇതിൽ പെടുന്നില്ല എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പോയി മറ്റുള്ളവരായി എന്നുള്ളൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞാനെന്നല്ല അത് പിന്നെ TV ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം കണ്ടിട്ട് ഇങ്ങനെ ഇടങ്ങറായിട്ട് എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു, എടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഇങ്ങനെ നോക്കി, ഇന്നലെ ഇപ്പോൾ ഞായറാഴ്ച ഇല്ലായിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ നോക്കി, എന്താ നോക്കുന്നത്? അപ്പോൾ ഒന്നുമില്ല, നമ്മളെ മകനെ നോക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങറി, എന്തായിരിക്കും ഇവർ വലുതായി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഇത് എഴുതാൻ കാരണം പെട്ടെന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ എനിക്കിത് പാടിയിട്ട് ഒന്ന് താഴെപ്പെടുത്താനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഇന്നലെ 3-4 വരി GK വള്ളൂർ കാണിച്ചു തന്നില്ല അമ്പലത്തിൽ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഇപ്പോൾ ഒന്ന് അതിൻ്റെ ബാക്കി ഞാൻ ഇതാക്കിയിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നാച്ചുറലായി പറഞ്ഞാണ്, വേറൊന്നുമില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ലഹരിയിൽ അടിമപ്പെടാതിരിക്കുവിൻ മക്കളെ, ലഹരിയിൽ അടിമപ്പെട്ടു പോയാൽ അറിവുകൾ അകന്നു പോയിടും. ഭാരതത്തിൻ്റെ നെറുകയിൽ ഭാരതത്തിൻ്റെ നെറുകയിൽ അറിവുകൾ പകർന്നിടുവാൻ ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു. പൂർവികർ പകർന്നു തന്ന അറിവുകൾ ലഹരിയാലുള്ള വലയിൽപ്പെട്ടു നിങ്ങൾ നുകരുന്നതെല്ലാം വരും തലമുറകളെ വഞ്ചിതരാക്കുകയാണെന്നോർത്തു പോവുക. ലഹരിയിലാടിക്കളിക്കുന്ന മക്കളെ, നിങ്ങളിൽ ഉദരത്തിൽ പിറക്കുന്ന മക്കളും ഈ ഭൂമിയിൽ ലഹരിയിൽ ഭ്രാന്തനെ പോലെ ആടിക്കളിക്കുന്നതും കാണുമെന്നോർത്തു പോവുക നിങ്ങൾ. ലഹരിയിൽ അടിമയായ മക്കളിൽ നിന്നും ഒരു നുള്ളു സ്നേഹം കൊതിച്ചു പോയിടും നിങ്ങൾ. വരും തലമുറകൾക്കായി ഈ ഭാരതത്തിൽ നാം എന്തു നേടിക്കൊടുക്കുമെന്നോർത്തു പോവുക നിങ്ങൾ. പിൻതലമുറകളാൽ പണിതു വെച്ചതാണ് ഈ ഭാരതത്തിൽ കാണുന്നതും കേൾക്കുന്നതും. നിങ്ങൾ ലഹരിയിൽ പടുത്തുയർത്തേണ്ടതല്ല ഈ ഭാരതം, തിരിച്ചറിവിനാൽ പടുത്തുയർത്തേണ്ടതാണ് ഈ ഭാരതം. ലഹരിയിൽ നിന്നുണരാത്ത മക്കളെ ഭാരതത്തിന്റെ അടിവേരുറക്കുവാൻ കഴുകൻ കണ്ണുമായി അവർ കാത്തിരിക്കുന്നുണ്ടെന്ന് ഓർത്തു പോവുക നിങ്ങൾ. വരും തലമുറകൾക്കായി ലഹരികൾ നുണയാത്ത മക്കളെ, നിങ്ങളാണ് ഈ ഭാരതത്തിന്റെ അമൂല്യരത്നങ്ങൾ. ഞാൻ കത്തുന്നാറ് വേറൊന്നുമില്ല കേട്ടോ. ഇപ്പോഴത്തെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നത് ഈ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാത്തുന്നാല്. ഞാൻ ചോദിക്കാൻ പോയിരുന്നു. ശരി.